ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSCB ആൻഡ് PSC മാത്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ജൂനിയർ ക്ലർക്ക്, സെക്രട്ടറി തുടങ്ങിയ എക്സാംസിന് വേണ്ടിയുള്ള തീവ്ര പരിശീലനത്തിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു 100 ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഈ 100 എണ്ണവും. അത് നിർബന്ധമായും പഠിക്കുക. അതുപോലെ ഇതിനു മുമ്പ് നമ്മൾ ഒരു 26 എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ പ്രീവിയസ് ഒരു 200 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ ക്വസ്റ്റ്യൻ ബാങ്കുകൾ നമ്മളൊരു 4 പാർട്ടുകളായിട്ട് ഒരു 250-300 ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒത്തിരിയേറെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 100 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാം വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾക്ക് കടക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബർത്ത് പ്ലേസ് ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ്. കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ്. ബർത്ത് പ്ലേസ് ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇംഗ്ലണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ICA വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് ആണ് ICA എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട വർഷം 1895. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐറ്റംസ് ടു ബി ട്രാൻസാക്റ്റഡ് ഇൻ ദ മീറ്റിംഗ് ഈസ് കോൾഡ് ഡാഷ്. ഒരു മീറ്റിങ്ങിൽ ട്രാൻസാക്ട് ചെയ്യുന്ന ആ ഒരു ഐറ്റംസ് അല്ലെങ്കിൽ ആ കാര്യപരിപാടികൾക്ക് പറയുന്ന പേരാണ് അജണ്ട. ഐറ്റംസ് ടു ബി ട്രാൻസാക്റ്റഡ് ഇൻ ദ മീറ്റിംഗ് ഈസ് കോൾഡ് അജണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെയർമാൻ ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ചെയർമാനാണ് AD ഗോർവാള. നിർബന്ധമായും പഠിക്കുക. AD ഗോർവാളയായിരുന്നു ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ചെയർമാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് മീൻസ് ദ ഫോർമൽ എക്സ്പ്രഷൻ ഓഫ് എനി ഡിസിഷൻ ഓഫ് എ സിവിൽ കോർട്ട്. ഒരു സിവിൽ കോർട്ടിൻ്റെ ഡിസിഷൻ്റെ ഫോർമൽ എക്സ്പ്രഷന് പറയുന്ന പേരാണ് ഡിക്രി. ഡിക്രി മീൻസ് ദ ഫോർമൽ എക്സ്പ്രഷൻ ഓഫ് എനി ഡിസിഷൻ ഓഫ് എ സിവിൽ കോർട്ട്. ഡിക്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ നമ്പർ ഓഫ് റൂൾസ് ഇൻ കേസസ് ആക്ട് ഈസ് ഡാഷ്. കേസസ് ആക്ടിൽ എത്ര റൂൾസ് ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 201 റൂൾസാണ് കേസസ് ആക്ടിലുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് റൂൾസ് ഇൻ കേസസ് ആക്ട് ഈസ് 201. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബർത്ത് പ്ലേസ് ഓഫ് റോബർട്ട് ഓവൻ. റോബർട്ട് ഓവൻ്റെ ബർത്ത് പ്ലേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂട്ടൺ. ഇംഗ്ലണ്ടിലെ ന്യൂട്ടണിലാണ് റോബർട്ട് ഓവൻ്റെ ബർത്ത് പ്ലേസ്, ജന്മസ്ഥലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിൽ റിലേറ്റഡ് വിത്ത് റോബർട്ട് ഓവൻ. റോബർട്ട് ഓവനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മില്ല് അതേതായിരുന്നു? ന്യൂ ലെനാർക്ക് മില്ലാണ് റോബർട്ട് ഓവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മില്ല്. ന്യൂ ലെനാർക്ക് മില്ല്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് ചൈനീസ് കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ചൈനീസ് കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദറാണ് സൺ യാറ്റ്സൺ. സൺ യാറ്റ്സൺ ആയിരുന്നു ചൈനീസ് കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദർ. സൺ യാറ്റ്സൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഫേമസ് ഫോർ ഡാഷ് ടൈപ്പ് കോഓപ്പറേറ്റീവ്സ്. ഏതുതരം കോഓപ്പറേറ്റീവ്സിന് ഫേമസ് ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA? മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ്സ്. മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ്സിന് ഫേമസ് ആയിട്ടുള്ള രാജ്യമാണ് USA. മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയറി ഫാം ഓഫ് യൂറോപ്പ്. ഡയറി ഫാം ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഡെൻമാർക്കാണ്. ഡെൻമാർക്ക് ഈസ് നോൺ ആസ് ഡയറി ഫാം ഓഫ് യൂറോപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ICA ഫ്ലാഗ് വാസ് ഡിസൈൻഡ് ബൈ ഡാഷ്. ICA ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് ചാൾസ് ഗൈഡാണ്. ചാൾസ് ഗൈഡാണ് ICA ഫ്ലാഗ് ഡിസൈൻ ചെയ്തത്. ICA ഫ്ലാഗ് ഡിസൈൻ ചെയ്ത ആളുടെ പേരാണ് ചാൾസ് ഗൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ICA കോൺഗ്രസ് വാസ് കണ്ടക്റ്റഡ് ഇൻ ഡാഷ്. ആദ്യത്തെ ICAയുടെ ഇൻ്റർനാഷണൽ കോൺഗ്രസ് ഹെൽഡ് ചെയ്ത സ്ഥലമാണ് ലണ്ടൻ. ലണ്ടനിലാണ് ICAയുടെ ആദ്യത്തെ കോൺഗ്രസ് നടന്നത്. ഫസ്റ്റ് ICA കോൺഗ്രസ് വാസ് കണ്ടക്റ്റഡ് ഇൻ ലണ്ടൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 6 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് ഡീൽസ് വിത്ത് ഡാഷ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ സെക്ഷൻ 6 ചെക്കിനെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. സെക്ഷൻ 6 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് ഡീൽസ് വിത്ത് ചെക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ഈസ് ഡാഷ്. ഇന്ത്യയിലെ ആദ്യത്തെ കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1904. 1904 കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ആണ് ഇന്ത്യയിലെ ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഫസ്റ്റ് പ്രൊവിൻഷണൽ സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ഡാഷ്. ഫസ്റ്റ് പ്രൊവിൻഷ്യൽ സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ഡാഷ്. ഏത് പ്രൊവിൻസിലാണ് ആദ്യത്തെ പ്രൊവിൻഷ്യൽ സൊസൈറ്റീസ് ആക്ട് പാസ്സായത്? അത് ബോംബെയിലായിരുന്നു. ഇന്ത്യ നേരത്തെ ഓരോ പ്രൊവിൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു പ്രൊവിൻസ് ആയിരുന്നു ബോംബെ. അപ്പോൾ ബോംബെ പ്രൊവിൻസാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രൊവിൻസിൻ്റെ ബേസിൽ ആദ്യമായി പാസ്സാക്കിയ പ്രൊവിൻസ്. ബോംബെ പ്രൊവിൻസിലാണ് ആദ്യമായി പ്രൊവിൻഷ്യൽ സൊസൈറ്റീസ് ആക്ട് പാസ്സായത്, ബോംബെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാഷണൽ ലെവൽ അപ്പെക്സ് ബോഡി ഇൻ ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ നാഷണൽ ലെവൽ അപ്പെക്സ് ബോഡി എന്നറിയപ്പെടുന്നത് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ്. NCUI, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയാണ് നാഷണൽ ലെവൽ അപ്പെക്സ് ബോഡി ഇൻ ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് NCUI. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. ഏത് വർഷമാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പാസ്സായത്? അത് 1881 1881. ഒരു ഫാൻസി നമ്പർ ആണെന്ന് ഓർത്തിരിക്കുക. 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പാസ്സായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. ഏത് വർഷമാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സായത്? അത് 1949 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സായത്. അപ്പോൾ 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ പേരായിരുന്നു ബാങ്കിങ് കമ്പനീസ് ആക്ട്. അതിനുശേഷമാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് പേര് മാറ്റിയത്. എങ്കിലും ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് പറയുമ്പോൾ അത് 1949 എന്നുള്ള കാര്യം നിർബന്ധമായി അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. IDBI സിറ്റുവേറ്റഡ് അറ്റ് ഡാഷ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതാണ് IDBI. IDBIയുടെ ആസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. മുംബൈയിലാണ് IDBIയുടെ ആസ്ഥാനം, മുംബൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് മിൽമ അറ്റ് ഡാഷ്. മിൽമയുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. മിൽമയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്താണ് മിൽമയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സെക്രട്ടറി ഓഫ് SPCS, സാഹിത്യ PCS. അപ്പോൾ ഫസ്റ്റ് സെക്രട്ടറി ഓഫ് SPCS വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പ്രശസ്ത സാഹിത്യകാരനായ കാരൂർ നീലകണ്ഠ പിള്ളയാണ് SPCSൻ്റെ ആദ്യത്തെ സെക്രട്ടറി, കാരൂർ നീലകണ്ഠ പിള്ളൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വ്യാസ സ്റ്റോർസ് ആർ റിലേറ്റഡ് വിത്ത് ഡാഷ്. വ്യാസ സ്റ്റോർസ് ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? മത്സ്യഫെഡുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് വ്യാസ സ്റ്റോർസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെക്ഷൻ 68A ഓഫ് കേസസ് ആക്ട് ഡീൽസ് വിത്ത് ഡാഷ്. കേസസ് ആക്ടിൻ്റെ സെക്ഷൻ 68A എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? അത് വിജിലൻസ് ഓഫീസറിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 68A, വിജിലൻസ് ഓഫീസർ. പ്രധാനപ്പെട്ട സെക്ഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു സെക്ഷൻ 73 ലാസ്റ്റ് ജനറൽ ബോഡി ഈസ് കണ്ടക്റ്റഡ് ബൈ ഡാഷ്. സെക്ഷൻ 73 പ്രകാരം ലാസ്റ്റ് ജനറൽ ബോഡി കണ്ടക്ട് ചെയ്യുന്നത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ജനറൽ ബോഡി കണ്ടക്ട് ചെയ്യുന്നത് ലിക്വിഡേറ്റർ ആണ്. സെക്ഷൻ 73 പ്രകാരം ലാസ്റ്റ് ജനറൽ ബോഡി കണ്ടക്ട് ചെയ്യുന്നത് ലിക്വിഡേറ്റർ ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ഡാഷ്. ഏത് സെക്ഷൻ പ്രകാരമാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്? അത് സെക്ഷൻ 89 പ്രകാരമാണ്. സെക്ഷൻ 89 പ്രകാരമാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, സെക്ഷൻ 89 പ്രകാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ബൈ സൊസൈറ്റി ഈസ് അക്കോർഡിംഗ് ടു ഡാഷ്. മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന റൂള് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റൂൾ 29 ആണ് മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന റൂള്. റൂൾ 29 പ്രതിപാദിച്ചിരിക്കുന്നത് മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ആൻഡ് അക്കൗണ്ട്സിനെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്, നിർബന്ധമായി അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഓഡിറ്റ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് ഡൺ ബൈ ഡാഷ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഓഡിറ്റ് നടത്തുന്നത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്ററാണ്. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റാണ് ഓഡിറ്റ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ നടത്തുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓഡിറ്റ് ഫീ ഈസ് പേയബിൾ ടു ഡാഷ്. ഓഡിറ്റ് ഫീ ആർക്കാണ് നൽകേണ്ടത്? അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പേ ചെയ്യേണ്ട ഫീസാണ് ഓഡിറ്റ് ഫീസ്. ഓഡിറ്റ് ഫീസ് ഈസ് പേയബിൾ ടു സ്റ്റേറ്റ് ഗവൺമെൻറ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് ഡാഷ്. കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ 2 പ്രത്യേകതകളാണ് ചോദിച്ചിരിക്കുന്നത്. അത് സ്റ്റാറ്റ്യൂട്ടറി ആസ് വെൽ ആസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. ഓക്കെ, അത് നിയമപരമായിട്ട് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്, സ്റ്റാറ്റ്യൂട്ടറി ആണ്. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഓഡിറ്റേഴ്സ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിങ് ആണ് കോപ്പറേറ്റീവ് ഓഡിറ്റ് നടത്തുന്നത്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ആസ് വെൽ ആസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ആണ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വർക്ക് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റർ ഈസ് ഡാഷ്. ഒരു ഇൻറ്റേർണൽ ഓഡിറ്ററിൻ്റെ വർക്ക് എപ്രകാരമുള്ളതാണ്, ഏത് തരത്തിലുള്ളതാണ് ഒരു ഇൻറ്റേർണൽ ഓഡിറ്ററിൻ്റെ വർക്ക് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് കണ്ടിന്യൂസ് ബേസിസിലായിരിക്കും. വർക്ക് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റർ ഈസ് കണ്ടിന്യൂസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ആൻ എസൻസ് ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റിങ്ങിൻ്റെ എസൻസ് എന്നറിയപ്പെടുന്നത് വൗച്ചിങ് ആണ്. വൗച്ചിങ് ആണ് ഓഡിറ്റിങ്ങിൻ്റെ എസൻസ് എന്നറിയപ്പെടുന്നത്. വൗച്ചിങ് ഈസ് ദ എസൻസ് ഓഫ് ഓഡിറ്റിംഗ്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, ഒത്തിരിയേറെ പരീക്ഷകൾ ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വൗച്ചിങ് ഈസ് ദ എസൻസ് ഓഫ് ഓഡിറ്റിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാക്സിമം എമൗണ്ട് ഓഫ് ഓഡിറ്റ് ഫീസ്. ഓഡിറ്റിൻ്റെ അല്ലെങ്കിൽ ഓഡിറ്റ് ഫീസിൻ്റെ മാക്സിമം എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ₹1 lakh 1 ലക്ഷം രൂപയാണ് മാക്സിമം എമൗണ്ട് ഓഫ് ഓഡിറ്റ് ഫീസ്. 1 lakh rupees ആണ് മാക്സിമം എമൗണ്ട് ഓഫ് ഓഡിറ്റ് ഫീസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് പ്രിപ്പയർഡ് ബൈ ഡാഷ്. ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഓഡിറ്ററാണ് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും. ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്ററാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ആ സമയത്ത് ഓപ്ഷനിൽ DCA ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഓഡിറ്റ് ക്ലർക്ക് അങ്ങനെ പല ഓപ്ഷൻസ് കാണാം. ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഓഡിറ്റർ ആണെന്നുള്ള കാര്യം നിർബന്ധമായും അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെൻട്രൽ ബാങ്ക് ഓഫ് USA ഈസ് നോൺ ആസ് ഡാഷ്. USAയുടെ സെൻട്രൽ ബാങ്കിൻ്റെ പേരാണ് ഫെഡറൽ റിസർവ് സിസ്റ്റം. ഫെഡറൽ റിസർവ് സിസ്റ്റം എന്നുള്ളതാണ് USAയുടെ സെൻട്രൽ ബാങ്കിൻ്റെ പേര്. നമ്മുടെ സെൻട്രൽ ബാങ്ക് RBI എന്നതുപോലെ USAയുടെ സെൻട്രൽ ബാങ്കിൻ്റെ പേരാണ് ഫെഡറൽ റിസർവ് സിസ്റ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CRR സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്. CRR അതിൻ്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ക്യാഷ് റിസർവ് റേഷ്യോ. CRR സ്റ്റാൻഡ്സ് ഫോർ ക്യാഷ് റിസർവ് റേഷ്യോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, RBI വാസ് റെക്കമെൻഡഡ് ബൈ ഡാഷ്. RBI റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് ഹിൽട്ടൺ ആൻഡ് യങ് കമ്മീഷൻ. ഹിൽട്ടൺ ആൻഡ് യങ് കമ്മീഷനാണ് RBI റെക്കമെൻഡ് ചെയ്തത്. RBI റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് ഹിൽട്ടൺ ആൻഡ് യങ് കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനീഷ്യൽ ക്യാപിറ്റൽ ഓഫ് RBI. RBIയുടെ ഇനീഷ്യൽ ക്യാപിറ്റലാണ് ചോദിച്ചിരിക്കുന്നത്. 5 കോടി 5 crore 5 കോടി രൂപയായിരുന്നു ഇനീഷ്യൽ ക്യാപിറ്റലായിട്ട് RBIക്ക് ഉണ്ടായിരുന്നത്. RBIക്ക് ഉണ്ടായിരുന്ന ഇനീഷ്യൽ ക്യാപിറ്റലാണ് 5 crore. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബിൽ വിച്ച് ആർ പേയബിൾ ഓൺ ഡിമാൻഡ്. ബിൽ വിച്ച് ആർ പേയബിൾ ഓൺ ഡിമാൻഡ് അത് സൈറ്റ് ബില്ലാണ്. സൈറ്റ് ബില്ലിൻ്റെ ഒരു പ്രത്യേകതയാണ് പേയബിൾ ഓൺ ഡിമാൻഡ്. ഡിമാൻഡ് ചെയ്യുമ്പോൾ പേ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ബില്ലിന് പറയുന്ന പേരാണ് സൈറ്റ് ബില്ല്. സൈറ്റ് ബിൽ വിച്ച് ആർ പേയബിൾ ഓൺ ഡിമാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, RRB കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ദ ഇയർ ഡാഷ്. റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വന്ന വർഷമാണ് 1975. അത് നിർബന്ധമായി അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് 1976. അത് RRB ആക്ട് ആണ്. RRB ആക്ട് 1976ഉം RRB നിലവിൽ വന്നത് 1975. നിർബന്ധമായി അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗുഡ് വിൽ ഈസ് എ ഡാഷ്. ഗുഡ് വിൽ ഏത് തരം അസറ്റിന് ഉദാഹരണമാണ്? ഗുഡ് വിൽ ഈസ് എ ഇൻറ്റാഞ്ചിബിൾ അസറ്റ്. ഇൻറ്റാഞ്ചിബിൾ അസറ്റിന് ഉദാഹരണമാണ് ഗുഡ് വില്ല്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്യാഷ് ബുക്ക് ഓൾവേസ് ഷോസ് ഡാഷ് ബാലൻസ്. ക്യാഷ് ബുക്ക് എല്ലായ്പ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്. ക്യാഷ് ബുക്ക് ഓൾവേസ് ഷോസ് ഡെബിറ്റ് ബാലൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് മോഡേൺ അക്കൗണ്ടിങ് ഈസ് ഡാഷ്. മോഡേൺ അക്കൗണ്ടിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ലൂക്ക പസിയോളി. ലൂക്ക പസിയോളി ഒരു ഇറ്റാലിയൻ മോങ്കായിരുന്നു, ഇറ്റാലിയൻ സന്യാസിയായിരുന്നു ലൂക്ക പസിയോളി. അപ്പോൾ ഫാദർ ഓഫ് മോഡേൺ അക്കൗണ്ടിങ് എന്നറിയപ്പെടുന്ന ലൂക്ക പസിയോളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൈം അക്കൗണ്ട് ബുക്ക് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഡാഷ്. പ്രാഥമികമായിട്ടുള്ള അക്കൗണ്ട് ബുക്ക്, പ്രൈം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അക്കൗണ്ട് ബുക്ക് എന്നറിയപ്പെടുന്നത് ഡേ ബുക്കാണ്. ഓഡിറ്ററൊക്കെ വർക്ക് തുടങ്ങുന്ന ഡേ ബുക്കിലാണ്. അപ്പോൾ പ്രൈം അക്കൗണ്ട് ബുക്ക് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നറിയപ്പെടുന്നത് ഡേ ബുക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോട്ടൽ ഇക്വിറ്റി മീൻസ് ഡാഷ്. ടോട്ടൽ ഇക്വിറ്റിയുടെ മറ്റൊരു പദമാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ടോട്ടൽ ഇക്വിറ്റി എന്നും അറിയപ്പെടുന്നു. ടോട്ടൽ ഇക്വിറ്റി മീൻസ് ക്യാപിറ്റൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോൺ അക്കൗണ്ട് ഈസ് എ ഡാഷ്.
ലോൺ അക്കൗണ്ട് ഏത് തരം അക്കൗണ്ടിന് ഉദാഹരണമാണ്? ലോൺ അക്കൗണ്ട് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ടിന് ഉദാഹരണമാണ് ലോൺ അക്കൗണ്ട്. ലോൺ അക്കൗണ്ട് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ എറർ ഈസ് കൗണ്ടർ ബാലൻസ്ഡ് ബൈ അനദർ എറർ ഇറ്റ് ഈസ് കോൾഡ് ഡാഷ്. ഒരു എറർ ഉണ്ടായി, അതിന് കറസ്പോണ്ടൻസ് ആയിട്ട് മറ്റൊരു എറർ ഉണ്ടാകുകയും അവ തമ്മിൽ കൗണ്ടർ ബാലൻസ് ആകുകയും ചെയ്താൽ അത്തരത്തിലുള്ള എററിന് പറയുന്ന പേരാണ് കോമ്പൻസേറ്റിംഗ് എറർ. കോമ്പൻസേറ്റിംഗ് എറർ ദോസ് എറർ വിച്ച് കോമ്പൻസേറ്റ് ഈച്ച് അതർ. അപ്പോൾ കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറഞ്ഞാൽ ആൻ എറർ ഈസ് കൗണ്ടർ ബാലൻസ്ഡ് ബൈ അനദർ എറർ. ഓക്കെ, കോമ്പൻസേറ്റിംഗ് എറർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈനൽ അതോറിറ്റി ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡാഷ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഫൈനൽ അതോറിറ്റി എന്നറിയപ്പെടുന്നത് ജനറൽ ബോഡിയാണ്. എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യനാണ്. ഫൈനൽ അതോറിറ്റി ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ജനറൽ ബോഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ വാസ് റിട്ടൺ ബൈ ഡാഷ്. ഈ ഒരു പ്രശസ്തമായ ഈ ഒരു പുസ്തകം, ഈ ഒരു ബുക്ക് എഴുതിയത് ഡുപ്പർനിക്സ് ആണ്. ഡുപ്പർനിക്സിൻ്റെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ബാങ്കിങ് ടെർമിനോളജി NBA മീൻസ് ഡാഷ്. NBA എല്ലാവർക്കും അറിയാം, നോൺ പെർഫോമിംഗ് അസറ്റ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് NBA. ബാങ്കിങ് ടെർമിനോളജിയാണ്. NBA മീൻസ് നോൺ പെർഫോമിംഗ് അസറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂണിറ്റ് ബാങ്കിങ് ഈസ് മോസ്റ്റ് പോപ്പുലർ ഇൻ ഡാഷ്. ഏത് രാജ്യത്താണ് യൂണിറ്റ് ബാങ്കിങ് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ളത്? യൂണിറ്റ് ബാങ്കിങ് ഈസ് മോസ്റ്റ് പോപ്പുലർ ഇൻ USA. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ പോപ്പുലർ ആയിട്ടുള്ള ബാങ്കിങ് സിസ്റ്റമാണ് യൂണിറ്റ് ബാങ്കിങ്. യൂണിറ്റ് ബാങ്കിങ് ഈസ് മോസ്റ്റ് പോപ്പുലർ ഇൻ USA. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ കേരള ഈസ് ഡാഷ്. കേരളത്തിലെ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടുന്നത് മാർക്കറ്റ് ഫെഡ് എന്നാണ്. മാർക്കറ്റ് ഫെഡ് ആണ് കേരളത്തിലെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ കേരള. മാർക്കറ്റ് ഫെഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ഡാഷ്. സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടോട്ടൽ നമ്പർ ഓഫ് സെക്ഷൻസ് ഇൻ കേസസ് ആക്ട് ഈസ് ഡാഷ്. കേസസ് ആക്ടിലെ സെക്ഷൻസിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. 110 സെക്ഷൻസ് ആണ് കേസസ് ആക്ടിലുള്ളത്. 110 സെക്ഷൻസ് റൂൾസും 201 റൂൾസും 110 സെക്ഷൻസ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സെക്ഷൻസ് 110 സെക്ഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോപ്പറേഷൻ ടുഡേ ആൻഡ് ടുമാറോ ഈസ് എ ബുക്ക് റിട്ടൺ ബൈ ഡാഷ്. കോപ്പറേഷൻ ടുഡേ ആൻഡ് ടുമാറോ ഈ ഒരു ബുക്ക് എഴുതിയത് പോൾ റോയ് എന്ന ആളാണ്. പോൾ റോയ് ആണ് കോപ്പറേഷൻ ടുഡേ ആൻഡ് ടുമാറോ എന്നുള്ള ബുക്ക് രചിച്ചത് പോൾ റോയ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ജനറൽ ബോഡി കൺവെൻറ്റ് വിതിൻ ഡാഷ് മന്ത്സ്. എത്ര മാസത്തിനുള്ളിലാണ് രജിസ്ട്രേഷന് ശേഷം എത്ര മാസത്തിനുള്ളിലാണ് ഫസ്റ്റ് ജനറൽ ബോഡി വിളിച്ചു കൂട്ടേണ്ടത്? അത് വിതിൻ 3 months. വിതിൻ 3 monthsനുള്ളിൽ രജിസ്ട്രേഷന് ശേഷം ഫസ്റ്റ് ജനറൽ ബോഡി വിളിച്ചു കൂട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ജനറൽ ബോഡി കൺവെൻറ്റ് വിതിൻ 3 months. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ദ മാക്സിമം ഡിവിഡൻഡ് ഈസ് ഫിക്സഡ് അറ്റ് ഡാഷ്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം മാക്സിമം പെർസെൻറ്റേജ് ഓഫ് ഡിവിഡൻഡ് അത് 25% ആയിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. മാക്സിമം പെർസെൻറ്റേജ് ഓഫ് ഡിവിഡൻഡ് ഈസ് 25%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പെൽഷൻ ഓഫ് മെമ്പർ അണ്ടർ സെക്ഷൻ ഡാഷ്. കേസസ് ആക്ടിൻ്റെ സെക്ഷൻ ഏത് പ്രകാരമാണ് ഒരു മെമ്പറിനെ പുറത്താക്കുന്ന പ്രൊസീജിയറിനെ കുറിച്ച് പറയുന്നത്? എക്സ്പെൽഷൻ ഓഫ് മെമ്പറിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 17 പ്രകാരമാണ്. സെക്ഷൻ 17 പ്രകാരമാണ് എക്സ്പെൽഷൻ ഓഫ് മെമ്പറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കേസസ് ആക്ടിലെ സെക്ഷൻ. സെക്ഷൻ 17 ഓഫ് കേസസ് ആക്ട് ഡീൽസ് വിത്ത് എക്സ്പെൽഷൻ ഓഫ് മെമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഹൗസിംഗ് സൊസൈറ്റീസ് ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡാഷ്. ഹൗസിംഗ് സൊസൈറ്റീസിൽ ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ആഗ്രിഗേറ്റ് ഓഫ് ലോൺ ഇഷ്യൂഡ് ആൻഡ് ദാറ്റ് റിക്കവേർഡ്. ആഗ്രിഗേറ്റ് ഓഫ് ലോൺ ഇഷ്യൂഡ് ആൻഡ് ദാറ്റ് റിക്കവേർഡ് അതിൻ്റെ ബേസിലാണ് ഹൗസിംഗ് സൊസൈറ്റീസിൽ ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ഫോർ എ മീറ്റിംഗ്. മിനിമം നമ്പർ ഓഫ് പേഴ്സൺ റിക്വയർഡ് ഫോർ എ മീറ്റിംഗ്. ആ ഒരു മിനിമം നമ്പറിന് പറയുന്ന പേരാണ് കോറം. അതായത് ഒരു മീറ്റിംഗ് വാലിഡ് ആകണമെങ്കിൽ അതിൽ പങ്കെടുക്കേണ്ട മിനിമം നമ്പർ ഓഫ് പേഴ്സൺസിന് പറയുന്ന പേരാണ് കോറം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രിൻസിപ്പിൾ
ഓഫ് 1 man 1 vote വാസ് സജസ്റ്റഡ് ബൈ ഡാഷ് കമ്മിറ്റി. ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു 1 man 1 vote എന്നുള്ള പ്രിൻസിപ്പിൾ? അത് മക്ലഗാൻ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു സജഷനായിരുന്നു 1 man 1 vote എന്നുള്ള ഈ പ്രിൻസിപ്പിൾ. അപ്പോൾ 1 man 1 vote എന്ന പ്രിൻസിപ്പിൾ സജസ്റ്റ് ചെയ്ത കമ്മിറ്റിയാണ് മക്ലഗാൻ കമ്മിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, KCC സ്കീം വാസ് പ്രിപ്പയർഡ് ബൈ ഡാഷ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം. അപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നബാർഡാണ്. നബാർഡാണ് ആദ്യമായി KCC സ്കീം പ്രിപ്പയർ ചെയ്തത്, നബാർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രേഡ് ഡിപ്പോസിറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഡാഷ് സൊസൈറ്റി. ഏത് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദമാണ് ട്രേഡ് ഡിപ്പോസിറ്റ്? ട്രേഡ് ഡിപ്പോസിറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് കൺസ്യൂമർ സൊസൈറ്റീസ്. കൺസ്യൂമർ സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദമാണ് ട്രേഡ് ഡിപ്പോസിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെസ്റ്റ് ചെക്കിംഗ് ഈസ് സ്യൂട്ടബിൾ ഇൻ ദ കേസ് ഓഫ് ഡാഷ്. ടെസ്റ്റ് ചെക്കിംഗ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഹോമോജീനിയസ് ട്രാൻസാക്ഷൻസ്. ഹോമോജീനിയസ് ട്രാൻസാക്ഷൻസിലാണ് ടെസ്റ്റ് ചെക്കിംഗ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടിരിക്കുന്നത്. അതായത് ഒരേ സ്വഭാവമുള്ള ട്രാൻസാക്ഷൻസ് ടെസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അത്തരം ട്രാൻസാക്ഷൻസിലാണ് ഈ ടെസ്റ്റ് ചെക്കിംഗ് എന്നുള്ള ഈ പ്രൊസീജിയർ അല്ലെങ്കിൽ മെത്തേഡ് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആകുന്നത്, ഹോമോജീനിയസ് ട്രാൻസാക്ഷൻസിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂട്രിക്കോ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഡാഷ്. ഏത് സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രോഡക്റ്റാണ് ന്യൂട്രിക്കോ? ന്യൂട്രിക്കോ റബ്കോയുടെ പ്രോഡക്റ്റാണ്. റബ്കോയുടെ പ്രോഡക്റ്റാണ് ന്യൂട്രിക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബേഡ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ഡാഷ്. ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ് ബേഡ്. ബേഡിൻ്റെ ആസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. അത് ലക്നൌവിലാണ്. ലക്നൌവിലാണ് ബേഡിൻ്റെ ആസ്ഥാനം. ബേഡ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ലക്നൗ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ഓർ ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ഈസ് ദ റൂൾ ഓഫ് ഡാഷ് ടൈപ്പ് അക്കൗണ്ട്. ഏത് തരം അക്കൗണ്ടിൻ്റെ റൂളാണ് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ഓർ ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്? അത് നോമിനൽ അക്കൗണ്ടിൻ്റെ റൂളാണ്. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂളാണ് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ഓർ ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ചെയർമാൻ ഓഫ് NCDC നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാനാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാബിനറ്റ് മിനിസ്റ്റർ ഫോർ അഗ്രികൾച്ചർ. ക്യാബിനറ്റ് മിനിസ്റ്റർ ഫോർ അഗ്രികൾച്ചറാണ് ചെയർമാൻ ഓഫ് NCDCയുടെ ചെയർമാനാണ് ക്യാബിനറ്റ് മിനിസ്റ്റർ ഫോർ അഗ്രികൾച്ചർ. അപ്പോൾ ഇപ്പോഴത്തെ ക്യാബിനറ്റ് മിനിസ്റ്റർ ഫോർ അഗ്രികൾച്ചർ ആരാന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഓരോ സമയത്തും ചേഞ്ച് ചെയ്യുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ മിനിസ്റ്ററുടെ പേര് പറയുന്നില്ല. അപ്പോൾ NCDCയുടെ ചെയർമാൻ ക്യാബിനറ്റ് മിനിസ്റ്റർ ഫോർ അഗ്രികൾച്ചർ ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂസ് ഇനിഷ്യേറ്റീവ് വാസ് ഓപ്പറേഷൻ ഫ്ലഡ്. ഓപ്പറേഷൻ ഫ്ലഡ് ഇന്ത്യയെ ക്ഷീര ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തതയിലെത്തിച്ച മഹാപദ്ധതിയായ ഓപ്പറേഷൻ ഫ്ലഡ് എന്നുള്ളത് ഏത് സ്ഥാപനത്തിൻ്റെ ഇനിഷ്യേറ്റീവായിരുന്നു? നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ഇനിഷ്യേറ്റീവായിരുന്നു ഓപ്പറേഷൻ ഫ്ലഡ്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും അറിഞ്ഞിരിക്കുക. ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് ദ ഇനിഷ്യേറ്റീവ് ഓഫ് NDDB. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോക്ക്ഡെയിൽ പൈനീഴ്സ് വെയർ ബേസിക്കലി എ ബാച്ച് ഓഫ് ഡാഷ്. റോക്ക്ഡെയിൽ പൈനീഴ്സ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലെ പ്രധാനപ്പെട്ട സംഭാവനകൾ ചെയ്ത റോക്ക്ഡെയിൽ പൈനീഴ്സ് അത് ബേസിക്കലി ബാച്ച് ഓഫ് വീവേഴ്സ് ആയിരുന്നു ഈ റോക്ക്ഡെയിൽ പൈനീഴ്സ്. വീവേഴ്സ് ആയിരുന്നു റോക്ക്ഡെയിൽ പൈനീഴ്സ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോഓപ്പറേറ്റീവ് ഫ്ലാഗ് ഷുഡ് ബി ഹോസ്റ്റഡ് വിത്ത് കളർ അറ്റ് ദ ബോട്ടം. ഡാഷ് കളർ അറ്റ് ദ ബോട്ടം. കോഓപ്പറേറ്റീവ് ഫ്ലാഗ് ഉയർത്തുമ്പോൾ അതിൻ്റെ അടിയിൽ ഏത് കളർ വരുന്ന രീതിയിലാണ് കോഓപ്പറേറ്റീവ് ഫ്ലാഗ് ഉയർത്തേണ്ടത്? അത് വയലറ്റ് കളറാണ്. വയലറ്റ് കളറാണ് കോഓപ്പറേറ്റീവ് ഫ്ലാഗ് ഉയർത്തുമ്പോൾ അടിയിൽ വരേണ്ട കളർ, വയലറ്റ് കളർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, OTA സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്. OTA അല്ല, OTS ആണ്. ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. OTS സ്റ്റാൻഡ്സ് ഫോർ വൺ ടൈം സെറ്റിൽമെൻറ്റ്. വൺ ടൈം സെറ്റിൽമെൻറ്റിൻ്റെ ഷോർട്ട് ഫോമാണ് OTS, വൺ ടൈം സെറ്റിൽമെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊമോഷൻ ഓഫ് എംപ്ലോയീസ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ ഡ്യൂട്ടി ഓഫ് ഡാഷ്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയീസിൻ്റെ പ്രൊമോഷൻ സംബന്ധിച്ച ഉത്തരവാദിത്തം മാനേജിംഗ് കമ്മിറ്റിക്കാണ്. മാനേജിംഗ് കമ്മിറ്റിയാണ് കൃത്യമായ സമയത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിലെ എംപ്ലോയീസിന് പ്രൊമോഷൻ കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം ആ സൊസൈറ്റിയിലെ മാനേജിംഗ് കമ്മിറ്റിക്കുള്ള ഉത്തരവാദിത്തമായിട്ടാണ് പറയുന്നത്. അപ്പോൾ പ്രൊമോഷൻ ഓഫ് എംപ്ലോയീസ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ ഡ്യൂട്ടി ഓഫ് മാനേജിംഗ് കമ്മിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിസർവ് വിച്ച് ഈസ് ക്രിയേറ്റഡ് ഫോർ സം സ്പെസിഫിക് പർപ്പസ് ഈസ് കോൾഡ് ഡാഷ്.
സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന റിസർവിന് പറയുന്ന പേരാണ് സ്പെസിഫിക് റിസർവ്. സ്പെസിഫിക് റിസർവ് എന്ന് പറഞ്ഞാൽ റിസർവ് വിച്ച് ഇസ് ക്രിയേറ്റഡ് ഫോർ സം സ്പെസിഫിക് പർപ്പസ് ഇസ് കോൾഡ് സ്പെസിഫിക് റിസർവ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സെക്ഷൻ വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. കേസസ് ആക്ടിൽ ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സെക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. അത് സെക്ഷൻ 56 ആണ്. സെക്ഷൻ 56 ആണ് ദ സെക്ഷൻ വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മജോറിറ്റി റിക്വയർഡ് ഫോർ പാസിംഗ് റെസൊല്യൂഷൻ ഫോർ അമെൻമെൻറ്റ് ടു ദ ബൈലോ ഓഫ് എ സൊസൈറ്റി ഷാൾ ബി ഡാഷ്. അതായത് ബൈലോ അമെൻഡ് ചെയ്യാനുള്ള റെസൊല്യൂഷൻ പാസ്സാക്കണമെങ്കിൽ ആ ഒരു റെസൊല്യൂഷന് എത്ര മജോറിറ്റി ലഭിക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ 2/3 മജോറിറ്റി. 2/3 2 മജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ബൈലോ അമെൻഡ് ചെയ്യാനുള്ള റെസൊല്യൂഷൻ പാസ്സാക്കാൻ സാധിക്കൂ. 2/3 മജോറിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൈനിങ് ഓൺ ദ ബാക്ക് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ട്രാൻസ്ഫർ ഈസ് കോൾഡ് ഡാഷ്. അതായത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ സൈൻ ചെയ്യുന്നു ഫോർ ദ പർപ്പസ് ഓഫ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സൈൻ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എൻഡോഴ്സ്മെൻറ്റ്. എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പുറകിൽ സൈൻ ചെയ്ത് ട്രാൻസ്ഫറിന് വേണ്ടി നൽകുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് എൻഡോഴ്സ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലീഡ് ബാങ്ക് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ RBI ഇൻ ദ ഇയർ ഡാഷ്. ലീഡ് ബാങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് RBI ആണ്. ഏത് വർഷമാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 1969 1969 ലീഡ് ബാങ്ക് സ്കീം RBI ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അണ്ടർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഡാഷ്. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? അത് റിട്ടൺ ഡൗൺ വാല്യൂവിൻ്റെ ബേസിലാണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റഡ് ഓൺ റിട്ടൺ ഡൗൺ വാല്യൂ ഇൻ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റഡ് ഓൺ റിട്ടൺ ഡൗൺ വാല്യൂ ഇൻ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ എസെൻസ് ഓഫ് ഓഡിറ്റിംഗ് ഈസ് ഡാഷ്. ഓഡിറ്റിങ്ങിൻ്റെ എസെൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് വൗച്ചിങ് ആണ്. ഓഡിറ്റിങ്ങിൻ്റെ എസെൻസ് വൗച്ചിങ് എന്നാണ് അറിയപ്പെടുന്നത്. വൗച്ചിങ് ആണ് ഓഡിറ്റിങ്ങിൻ്റെ എസെൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ഡാഷ്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത് ബാങ്ക്സ് ആണ്. ബാങ്കുകളാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇഷ്യൂഡ് ബൈ ബാങ്ക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഡാഷ് ഇൻ കേരള. കേരളത്തിലെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അതുപോലെ ട്രെയിനിങ് എന്നിവയുടെ ഉത്തരവാദിത്തം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ് കേരളത്തിൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അതുപോലെ ട്രെയിനിങ് എന്നിവയുടെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഹാസ് ഡാഷ് ടയർ സ്ട്രക്ചർ. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എത്ര ടയർ സ്ട്രക്ചർ ആണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അത് സിംഗിൾ ടയർ സ്ട്രക്ചറാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനുള്ളത്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഹാസ് സിംഗിൾ ടയർ സ്ട്രക്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേര ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഡാഷ്. ഏത് സ്ഥാപനത്തിൻ്റെ പ്രോഡക്റ്റാണ് കേര? കേരഫെഡിൻ്റെ പ്രോഡക്റ്റാണ് കേര. കേര ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് കേരഫെഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓഡിറ്റിംഗ് ബിഗിൻസ് വെയർ ഡാഷ് എൻഡ്സ്. അവസാനിക്കുമ്പോഴാണ് ഓഡിറ്റിംഗ് ആരംഭിക്കുന്നത്? അത് അക്കൗണ്ടിങ് അവസാനിക്കുമ്പോൾ, അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സൊക്കെ തീർന്നു കഴിയുമ്പോഴാണ് ഓഡിറ്റിംഗ് ആരംഭിക്കുന്നത്. ഓഡിറ്റിംഗ് ബിഗിൻസ് വെയർ അക്കൗണ്ടിംഗ് എൻഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ട്രൈബ്യൂണൽ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അത് തിരുവനന്തപുരത്താണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ആസ്ഥാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ നോമിനൽ മെമ്പർ ഇൻ എ സൊസൈറ്റി ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. നോമിനൽ മെമ്പറിൻ്റെ മറ്റൊരു പേരാണ് ചോദിച്ചിരിക്കുന്നത്. അസോസിയേറ്റ് മെമ്പർ എന്നാണ് ഇതിൻ്റെ ആൻസർ. നോമിനൽ മെമ്പറിൻ്റെ മറ്റൊരു പേരാണ് അസോസിയേറ്റ് മെമ്പർ. ഒത്തിരിയേറെ പരീക്ഷകൾക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നോമിനൽ മെമ്പർ ഈസ് ഓൾസോ നോൺ ആസ് അസോസിയേറ്റ് മെമ്പർ. വിച്ച് പ്ലേസ് ഈസ് നോൺ ആസ് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മുംബൈ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മുംബൈ ഈസ് നോൺ ആസ് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രാവലേഴ്സ് ചെക്ക് ഈസ് ഇഷ്യൂഡ് ബൈ ഡാഷ്. ട്രാവലേഴ്സ് ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത് കൊമേഴ്സ്യൽ ബാങ്ക്സ് ആണ്. കൊമേഴ്സ്യൽ ബാങ്ക്സ് ആണ് ട്രാവലേഴ്സ് ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിക്വസ്റ്റ് ഡൺ ബൈ ഡാഷ്.
അതായത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിലോട്ടുള്ള സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള എക്സാമും അതുപോലെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടത്തുന്നത് PSC ആണ്. റിക്രൂട്ട്മെൻറ്റ് ഓഫ് സ്റ്റാഫ് ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് ഡൺ ബൈ PSC. അപ്പോൾ സാധാരണ സഹകരണ ബാങ്കിൽ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിലോട്ടൊക്കെ CSEB നടത്തുന്നു. അതുപോലെ മിൽമ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് ഡയറി സൊസൈറ്റീസിലോട്ടൊക്കെ ആ സൊസൈറ്റി തന്നെ നടത്തുന്നു. അതുപോലെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിലോട്ട് PSC എക്സാം നടത്തുന്നു, സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രജിസ്റ്ററിംഗ് അതോറിറ്റി ഓഫ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള ഈസ് നോൺ ആസ് ഡാഷ്. കേരളത്തിലെ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ രജിസ്റ്ററിംഗ് അതോറിറ്റിക്ക് പറയുന്ന പേരാണ് ഡയറക്ടർ ഓഫ് ഡയറി ഡെവലപ്മെൻറ്റ്. ഡയറക്ടർ ഓഫ് ഡയറി ഡെവലപ്മെൻറ്റ് ആണ് രജിസ്റ്ററിംഗ് അതോറിറ്റി ഓഫ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള. ഡയറക്ടർ ഓഫ് ഡയറി ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാർക്കറ്റ് ഫോർ ലോങ് ടേം ഫണ്ട്സ് ഈസ് നോൺ ആസ് ഡാഷ്. ലോങ് ടേം ഫണ്ട്സിനുള്ള മാർക്കറ്റിന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ഫോർ ലോങ് ടേം ഫണ്ട്സ്. അതുപോലെ മണി മാർക്കറ്റ് ഈസ് ഫോർ ഷോർട്ട് ടൈം ഫണ്ട്സ്. മണി മാർക്കറ്റ് ഷോർട്ട് ടൈം ഫണ്ട്സിനാണ്, ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടൈം ഫണ്ട്സിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡൺ ആസ് പെർ ഡാഷ്. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ കേസസ് ആക്ടിൻ്റെ ഏത് സെക്ഷൻ പ്രകാരമാണ് നടക്കുന്നത്? അത് സെക്ഷൻ 7 ഓഫ് കേസസ് ആക്ട്. കേസസ് ആക്ടിൻ്റെ സെക്ഷൻ 7 പ്രകാരമാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ഓഫീസർ അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 65 ഈസ് കോൾഡ് ഡാഷ്. സെക്ഷൻ 65 പ്രകാരം അപ്പോയിൻറ്റ് ചെയ്യുന്ന ഓഫീസറിന് പറയുന്ന പേരാണ് എൻക്വയറി ഓഫീസർ. എൻക്വയറി ഓഫീസറാണ് സെക്ഷൻ 65 പ്രകാരം അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ഓഫീസറിന് പറയുന്ന പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് ഷെഡ്യൂൾസ് അറ്റാച്ച്ഡ് ടു കേസസ് ആക്ട് ഈസ് ഡാഷ്. കേസസ് ആക്ടിൽ എത്ര ഷെഡ്യൂൾസ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? അത് 3 ഷെഡ്യൂൾസാണ്. കേസസ് ആക്ടിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഷെഡ്യൂളുകളുടെ എണ്ണം 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. CSEB വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നിലവിൽ വന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. അത് 2000-ലാണ് CSEB എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ അപ്പീൽ ബിഫോർ ദ ട്രൈബ്യൂണൽ ഈസ് സ്പെസിഫൈഡ് ഇൻ ഡാഷ്. ട്രൈബ്യൂണലിന് മുമ്പിൽ അപ്പീൽ കൊടുക്കുന്നതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 82 ഓഫ് കേസസ് ആക്ട്. സെക്ഷൻ 82 ഓഫ് കേസസ് ആക്ട് പറയുന്നത് അപ്പീൽ ബിഫോർ ദി ട്രൈബ്യൂണൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിട്ടൺ റെക്കോർഡ് ഓഫ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദ മീറ്റിംഗ് ഈസ് കോൾഡ് ഡാഷ്. അതായത് മീറ്റിംഗ് അവസാനിച്ചു, ആ മീറ്റിങ്ങിലെ നടന്ന ബിസിനസ് അല്ലെങ്കിൽ പ്രൊസീഡിങ്സിന് അത് റിട്ടൺ റെക്കോർഡാക്കി മാറ്റുന്നതിന് പറയുന്ന പേരാണ് മിനിറ്റ്സ്. റിട്ടൺ റെക്കോർഡ് ഓഫ് ദി പ്രൊസീഡിങ്സ് ഓഫ് ദി മീറ്റിംഗ് ഈസ് നോൺ ആസ് മിനിറ്റ്സ്. ഓക്കെ. അതിൻ്റെ പ്രോഗ്രാംസിന് പറയുന്ന പേരാണ്, അതിൽ മീറ്റിങ്ങിന് ട്രാൻസാക്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നേരത്തെ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മീറ്റിംഗ് എങ്ങനെ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യമാണ് അജണ്ട. എന്നാൽ ഇവിടെ പറയുന്നത് റിട്ടൺ റെക്കോർഡ് ഓഫ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദ മീറ്റിങ്ങിന് ശേഷം അതിൻ്റെ പ്രൊസീഡിങ്സ് ഒക്കെ റിട്ടൺ റെക്കോർഡാക്കി മാറ്റുന്നതിന് പറയുന്ന പേര് മിനിറ്റ്സ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വൈൻഡിങ് അപ്പ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് ഡാഷ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വൈൻഡിങ് അപ്പ് അതിന് പറയുന്ന പേരാണ് ലിക്വിഡേഷൻ. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വൈൻഡിങ് അപ്പിന് പറയുന്ന പേരാണ് ലിക്വിഡേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൂൾ 69 ഡീൽസ് വിത്ത് ഡാഷ്. കേസസ് ആക്ടിൻ്റെ റൂൾ 69 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? അത് ലാസ്റ്റ് ജനറൽ ബോഡിയെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. റൂൾ 69 ഡീൽസ് വിത്ത് ലാസ്റ്റ് ജനറൽ ബോഡി. ഓക്കെ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് വീഡിയോ ഡിസ്കസ് ചെയ്തു. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പഠിക്കുക. അതുപോലെ ഇനി കിട്ടുന്ന സമയം മാക്സിമം ഉപയോഗിച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എക്സാമൊക്കെ ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നതിന് വരെ എല്ലാവർക്കും നന്ദി.